ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു പയറുകറി തയ്യാറാക്കാം. ഇതിനായിട്ട് ചെറുപയർ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്തിയെടുത്തതിന് ശേഷം വേവിച്ചെടുക്കുന്നതിനായിട്ട് കുക്കറിലേക്ക് മാറ്റാം. പയർ കുക്കറിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു സവാളയും എരിവിനാവശ്യമായ പച്ചമുളകും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു തക്കാളിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം കുക്കർ മൂടി ഒരു 4 വിസിൽ വരുന്നത് വരെയും വേവിച്ചെടുക്കാം. 4 വിസിൽ കൊണ്ട് തന്നെ പയർ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പയറൊന്ന് മാറ്റി വെച്ചതിന് ശേഷം അരമുറി നാളികേരവും 10 ചെറിയല്ലി വെളുത്തുള്ളിയും ഒരു നുള്ളു നല്ല ജീരകവും 4 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചുകൂടി വെക്കാം. ഇനി ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും കുറച്ച് കൊച്ചുള്ളിയും കൂടി ചേർത്ത് ഒന്ന് നല്ലതുപോലെ ഇളക്കി മുരിച്ചെടുക്കാം. താളിപ്പ് മുരിഞ്ഞു വരുമ്പോഴേക്കും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് വഴണ്ടു വരുമ്പോഴേക്കും നമ്മൾ അരച്ചെടുത്തിട്ടുള്ള നാളികേര കൂട്ടുകൂടി ചേർത്ത് വീണ്ടും നല്ലോണം തന്നെ വഴറ്റിയെടുക്കാം. അരപ്പൊക്കെ നല്ലപോലെ തന്നെ മുരിഞ്ഞു വരുന്ന പാകമായാൽ പിന്നെ നമ്മൾ വേവിച്ചു വെച്ചിരിക്കുന്ന പയറും കൂടി ചേർക്കാം. ഇനി പയർ നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചുകൂടെ കൊടുക്കണം. ചാറ് ആവശ്യമാണെങ്കിൽ കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള ചെറുപയർ കറി ഇവിടെ റെഡിയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടെങ്കിൽ ഫുൾ വീഡിയോ കാണാൻ മറക്കല്ലേ.